നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 200 വർഷം രാജ്യം ഭരിച്ച ബ്രിട്ടനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും ഉടൻ തന്നെ 3ാം സ്ഥാനത്തെത്തുമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. 2023-24 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 8.2% വളർച്ച നേടിയിട്ടുണ്ട് എന്നും ഈ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നുവെന്നും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സഭാ നേതാവ് പറഞ്ഞു. ബ്രിട്ടനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും താമസിയാതെ തന്നെ 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് 15% സംഭാവന ചെയ്യുന്നുവെന്ന് BJP നേതാവ് പറഞ്ഞു. COVID-19 വാക്സിൻ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെയും നദ്ദ ആഞ്ഞടിച്ചു. പകർച്ചവ്യാധിയുടെ കാലത്ത് ലോക്ക്ഡൌൺ നടപ്പിലാക്കുവാനും മാരകമായ വൈറസിനെ തടയാൻ 2 വാക്സിനുകൾ ഉപയോഗിക്കുവാനും തീരുമാനിച്ചത് ഈ സർക്കാരാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. റോഡുകളുടെ നിർമ്മാണം, പാവപ്പെട്ടവർക്കുള്ള വീടുകൾ, പുനരുപയോഗ ഊർജം തുടങ്ങിയ രാജ്യത്തെ അടിസ്ഥാന സൗകര്യം വികസനത്തിലേക്കും അദ്ദേഹം ശ്രദ്ധ ആകർഷിച്ചു. സ്വച്ഛതാ അഭിയാൻ പ്രകാരം 12 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചതായി നദ്ദ പറഞ്ഞു. രാജ്യത്ത് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷനും നൽകി. ആയുഷ്മാൻ ഭാരതിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാർവത്രിക ആരോഗ്യ പരിരക്ഷയാണ് ഇന്ത്യയിലുള്ളത്. ഇത് ജനസംഖ്യയുടെ 40% അല്ലെങ്കിൽ 55 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ഇവർക്ക് ലഭിച്ചത്. ബാങ്കിംഗ് മേഖലയിൽ ഇന്ത്യ ഏറ്റവും ശക്തമാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം 2023-24 കോടിയിൽ 1.4 ലക്ഷം രൂപയാണ് എന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് 35% കൂടുതലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. SBI റെക്കോർഡ് ലാഭം നേടുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് പുതിയ ഭാരതമാണ് എന്നും നമ്മൾ അത് മനസ്സിലാക്കണമെന്നും നദ്ദ പറഞ്ഞു. GST സമ്പദ് വ്യവസ്ഥയെ ഔപചാരികമാക്കി ഏപ്രിൽ അത് 2 ലക്ഷം കോടി രൂപ കവിഞ്ഞു. തീവ്രവാദികൾക്കെതിരെ വെടിയുയർക്കാൻ സുരക്ഷാ സേനയ്ക്ക് ഈ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പെൻഷൻകാർക്ക് 1.2 ലക്ഷം കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നും നദ്ദ പറഞ്ഞു.